കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ 2 മലയാളികളെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് ഇന്നലെ എയർലിഫ്റ്റ് ചെയ്തു. മറ്റുള്ളവരെ റോഡ് മാർഗം ആശുപത്രിയിൽ എത്തിക്കും. ഖത്തറിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് കെനിയയിൽ അപകടത്തിൽപ്പെട്ടത്. സംഘത്തിൽ 28 പേരുണ്ടായിരുന്നു. 6 പേരാണ് മരിച്ചത്. 6-ാമത്തെ ആൾ ആരാണ് തിരിച്ചറിഞ്ഞിട്ടുള്ള 5 പേരും മറ്റ്5 പേരും മലയാളികളാണ് എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയായിട്ട് ഇന്നലെ വന്നിരുന്നു. ഒരുപക്ഷേ പല കുടുംബങ്ങളെയും അനാഥമാക്കിയാണ് ഈ അപകടം കെനിയയിലുണ്ടായത്. 24-ൻ്റെ ആഫ്രിക്കൻ പ്രതിനിധി ബ്ലസൻ ചെറുവയ്ക്കൽ ഇപ്പോൾ തത്സമയം ചേരും. അതുപോലെ ഗീത ഷോജി ഐസക്കിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ മരിച്ച പാലക്കാട് സ്വദേശി റിയയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ മരിച്ച ജസ്ന മകൾ ഇവരുടെ വീട്ടിൽ നിന്ന് വൈ എസ് സമരന്ത് കൂടി ചേരും. വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് ഈ വീടുകളെല്ലാം നിലനിൽക്കുന്നത്. ആദ്യം ബ്ലസൻ ചെറുവയ്ക്കൽ ചേരുന്നു. ബ്ലസൻ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ കെനിയയിലുണ്ടായ അപകടം നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഷോക്കേൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടത്തിൻ്റെ ബാക്കി പത്രമായി? വെരി ഗുഡ് മോർണിംഗ് എസ്കൈൻ. ഇന്നലെ രാത്രി വൈകിയും ഈ പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് നടക്കുകയായിരുന്നു. ഇന്നലെ 3 പേരെ എയർലിഫ്റ്റ് ചെയ്ത് നെയ്റോബിയിൽ എത്തിച്ചിരുന്നു. അതിൽ 2 പേർ മലയാളിയും ഒരാൾ മഹാരാഷ്ട്ര സ്വദേശിയുമായിരുന്നു. ഈ പരിക്കേറ്റ് ഇന്നലെ എയർലിഫ്റ്റ് ചെയ്ത് നെയ്റോബിയിലേക്ക് എത്തിച്ച 2 മലയാളികൾക്കും വിദഗ്ധ ചികിത്സ നൽകുന്നത് എന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷനും അവിടുത്തെ സന്നദ്ധ സംഘടനകളും നമ്മോട് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മറ്റ് 3 പേരെ കൂടി റോഡ് മാർഗം നെയ്റോബിയിൽ എത്തിച്ചിരുന്നു. അതിൽ 2 പേർ മംഗലാപുരം സ്വദേശികളും ഒരാൾ ട്രിച്ചി സ്വദേശിയുമായിരുന്നു. ഇവരെല്ലാം ഇപ്പോൾ നെയ്റോബിയിലെ സ്വകാര്യ ആശുപത്രിയായ ദ നെയ്റോബി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കൂടാതെ പരിക്കേറ്റ ബാക്കിയുള്ള എല്ലാവരെയും ഇന്ന് രാവിലെ തന്നെ നെയ്റോബിയിലേക്ക് റോഡ് മാർഗം എത്തിക്കുമെന്നാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതിനിധികൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ വിവിധ മലയാളി സംഘടനകൾ, വേൾഡ് മലയാളി ഫെഡറേഷൻ, കേരള സമാജം തുടങ്ങിയ സംഘടനകളും ഇവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വരികയാണ്. അപകടത്തിൽപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്നലെ വൈകി ഏകദേശം കെനിയ സമയം 6:30 ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പൂർത്തീകരണം സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഇന്ന് രാവിലെ മാത്രമേ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്നും ലഭ്യമാവുകയുള്ളൂ. അതേസമയം നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവരും അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എസ്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ വിദേശത്തുള്ള കെനിയയിലൊക്കെയുള്ള പരിസര പ്രദേശങ്ങളുള്ള മലയാളികൾ ഒരുപാട് എഫേർട്ട് ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ബ്ലസൻ ചെറുവയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി ഗീത ഷോജി ഐസക് മരിച്ച ഒരാളാണ്. ശരിക്കും സങ്കടകരമായ കാര്യമാണ്. അവർ വളരെ സന്തോഷത്തോടെ യാത്ര പോയതാണ്. ആൻമരിയ സണ്ണി ചേരുന്ന വിവരങ്ങളുമായി. ആൻമരിയ, നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? മൃതദേഹം എപ്പോൾ എത്തിച്ചേരുമെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം വീട്ടുകാർക്ക്? എസ്കെയിൻ, സങ്കടകരമായ ഒരു വാർത്തയാണ്. അത് ഇന്നലെ അറിഞ്ഞപ്പോൾ മുതൽ തന്നെ നമ്മൾ അതിൻ്റെ ഞെട്ടലിലാണ്. ആ മരിച്ച 5 പേർ അവർ മലയാളികളാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഞെട്ടലിലാണ്. ആ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഗീത ഷോജി ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സാണ്. ഈ മരിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ ഗീത ഷോജി ഐസക് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർ 30 വർഷത്തോളമായിട്ട് ഖത്തറിൽ താമസക്കാരാണ്. ഗീത ഷോജി ഐസക്, ഇവരുടെ ഭർത്താവ്, മകൻ, ഇവർ 3 പേരും ഖത്തറിൽ ജോലിക്കാരാണ്. അവർ ഡോക്ടേഴ്സാണ്. അവർ ആ 30 വർഷത്തോളമായിട്ട് അവിടെ തന്നെ താമസിക്കുന്നവരാണ്. ഇവരുടെ നാട് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ഇവരുടെ തറവാട് വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. പിന്നീട് കൊച്ചിയിൽ ഇവരുടെ മകനും മകൻ്റെ ഭാര്യയും കൊച്ചുമകനുമാണ് കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത്. ഇവരുമായിട്ടാണ് നമ്മൾ ഇന്നലെ സംസാരിക്കുന്നതും ഇന്ന് രാവിലെയാണെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയാത്തൊരു വാർത്തയാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് ഈ ഗീത ഷോജി ഐസക് ഈ കൊച്ചിയിലുള്ള മകൻ്റെ എത്തിയിരുന്നു. അത് കൊച്ചുമകനോട് യാത്രയൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഖത്തറിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നീട് ഈ പെരുന്നാൾ സംബന്ധിച്ചുള്ള അവധി ആയതുകൊണ്ട് തന്നെയാണ് അവർ ഈ കെനിയയിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നത്. ഇവർ 3 പേരുമാണ് യാത്ര പോകുന്നത്. ഈ അപകടത്തിൽ ഇവർ 3 പേരും അകപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. അതിൽ ഗീത ഷോജി ഐസക് ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. പിന്നീട് ഈ ഗീതയുടെ ഭർത്താവിനെയും മകനെയും അവിടെയുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവർ ഏത് ആശുപത്രികളാണ് എന്നത് സംബന്ധിച്ച് കുടുംബത്തിന് ആശങ്കയുണ്ടായിരുന്നു. ഇവരെ ബന്ധപ്പെടാനായിട്ടും സാധിച്ചിരുന്നില്ല. മകനെ മാത്രമാണ് ഇവർക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നത്. മകനും ഈ അച്ഛൻ എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മകനോടും അവർക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് അച്ഛനും മകനും ഒരു ആശുപത്രിയിലുണ്ട്, അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ഇവർ വർഷങ്ങളായിട്ട് ഖത്തറിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഖത്തറിലേക്ക് തന്നെ മൃതദേഹം എത്തിക്കാനാണ് സാധ്യത വളരെ കൂടുതലായിട്ടും ഇവർ പറയുന്നതും. എസ് കെ.
ഈ മരിച്ച പാലക്കാട് സ്വദേശി റിയയും മകൾ ടൈറയുമാണ് മറ്റു രണ്ടുപേരും ഈ 5 പേരിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരുടെ പാലക്കാട് വീടിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ശരിക്കും അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? നാട്ടുകാരൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കുമല്ലോ. ഒരു ഷോക്കിംഗ് വാർത്തയല്ലേ ഈ പറയുന്ന പ്രദേശത്തെ തേടി വന്നത്? തീർച്ചയായും എസ്കെൻ, ഒരു ഷോക്കിംഗ് വാർത്ത എന്ന് ഈ നാട്ടുകാർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പുറകിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ഷഫീഖ് അടക്കമുള്ള മുഴുവൻ ആളുകളാണ്. ഈ രാധാകൃഷ്ണൻ എന്ന രാധേട്ടൻ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അവരുടെ മക്കളാണ്, ഇരട്ടകളാണ് ഋഷിയും റിയയും. എന്തായാലും ആ മകളുടെ റിയയുടെ മകളും റിയയുമാണ് മരിച്ചത്. ഏറ്റവും പുതിയ വിവരം എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ റിയയുടെ സഹോദരൻ ഋഷി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇവരുടെ റിയയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഹർഷിതും സ്ഥലത്തെത്തിയിട്ടുണ്ട്. നടപടികൾ കഴിഞ്ഞു. അതിൻ്റെ നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ പരിക്ക് പറ്റിയ റിയയുടെ ഭർത്താവിൻ്റെ ഇന്നൊരു സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സർജറിക്ക് ശേഷമാണ് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം. അച്ഛനും അമ്മയും വിവരം പറഞ്ഞല്ലോ അല്ലേ? അച്ഛനും അമ്മയും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവർ വിവരം അറിഞ്ഞത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. തൊട്ടപ്പുറത്ത് കോൺഗ്രസ് നേതാവ് ഷഫീഖ് അടക്കമുള്ള, അതായത് നാട്ടിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഈ രാധേട്ടൻ എന്ന വ്യക്തി. അദ്ദേഹം റിയ വർഷങ്ങളായി അവിടെ തന്നെയാണ് താമസിക്കുന്നത്. 41 വയസ്സാണ് അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉള്ളത്. എന്നാലും ബന്ധുക്കൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടെ വന്നു പോകാറുള്ള കുടുംബമാണ്. കോയമ്പത്തൂരാണ് ഈ ഭർത്താവിൻ്റെ വീടുള്ളത്. ഭർത്താവിന് അവിടെ പരിക്കേറ്റും ഒരു മകൻ കൂടിയുണ്ട്. അവർ രണ്ടുപേരും പരിക്കേറ്റ് അവിടെ ചികിത്സയിലാണ് കഴിയുന്നത്. എന്തായാലും വേദനിപ്പിക്കുന്ന സംഭവമാണ്. മൃതദേഹം ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കോയമ്പത്തൂരിലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിലിനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന കാര്യം കുടുംബം തീരുമാനിക്കും. നാട്ടുകാർക്ക് വളരെ വലിയ സങ്കടമുള്ള ഒരു വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് മരിച്ച റിയയുടെയും മകൾ ടൈറയുടെയും വീട്ടിന് മുന്നിൽ നിന്നാണ് ശ്രീജിത്ത് ചേർന്ന്. ഇവരുടെ ഭർത്താവും മറ്റൊരു മകനും അവിടെ ചികിത്സയിലാണ് എന്നുകൂടി വിവരം അറിയുന്നു. ഇനി തൃശ്ശൂരിൽ സ്വദേശി ജസ്ന, മകൾ റൂഹി മെഹറിൻ എന്നിവരും ഈ അപകടത്തിൽ മരിച്ചിരുന്നു. YS അഭിനന്ദ് ഈ വീട്ടിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. YS അഭിനന്ദ്, എന്താണ് വിവരം? ഈ വാർത്ത കേട്ടതോടുകൂടി തൃശ്ശൂർ വെങ്കിടങ്ങ് ഗ്രാമം മുഴുവനും ഞെട്ടലാണ്. അത് തന്നെയാണ് രാവിലെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കാര്യം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഇവിടെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പോകുന്നത്. ഖത്തറിൽ ഇവർ സ്ഥിര താമസക്കാരായിരുന്നു. ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ബിരുദമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലേക്കൊരു വിനോദയാത്രയ്ക്ക് കെനിയയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിന് തലേന്ന് വരെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ പറയുന്നുണ്ടായിരുന്നു. തന്നോട് ബലിപ്പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം ഇത്തരത്തിലേക്ക് വിനോദയാത്ര പോവുകയാണെന്ന് ജസ്നയും മുഹമ്മദും ഒപ്പം തന്നെ മകൾ റൂഹിയും ഇവിടെ വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയതിന് ശേഷമാണ് പിന്നീട് പോയത്. എന്തായാലും ആ ഒരു വലിയ ഞെട്ടലാണ് ഉള്ളത്. ജസ്ന തൽക്ഷണം മരിക്കുകയായിരുന്നു. മകൾ റൂഹിക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. എന്തായാലും മുഹമ്മദിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മലയാളി സമാജം അധികൃതരുമായിട്ടും ഒപ്പം തന്നെ നോർക്ക റൂട്ട് അധികൃതരുമായിട്ടും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. മരിച്ച ജസ്ന മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി സ്വദേശിയാണ്. ഇപ്പോൾ ജസ്നയുടെ മാതാപിതാക്കൾ അല്പസമയം മുമ്പാണ് ഈ മരണവിവരം അറിഞ്ഞിട്ടുള്ളത്. അവർ രണ്ടുപേരും വർഷങ്ങളായി ദുബായിൽ സ്ഥിരതാമസക്കാരാണ്. അപ്പോൾ അവരുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ജസ്ന എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. വലിയ ഞെട്ടലാണ് തൃശ്ശൂർ വെങ്കിടങ്ങ് ഗ്രാമവും ഒപ്പം തന്നെ ഈ കുടുംബവും ഉള്ളത്. ഈ കുടുംബവുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇത് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു സംഭവമായി എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം മണിക്കൂറുകൾക്ക് മുൻപ് പോലും കാര്യങ്ങളെല്ലാം കൃത്യമായി സംസാരിച്ചിരുന്നു. വീഡിയോ കോൾ ഉൾപ്പെടെ വന്നിട്ടാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലേക്കൊരു ദുരന്ത വാർത്ത കേട്ടപ്പോൾ അത് വലിയ സങ്കടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമവും വീടും എല്ലാം ഉള്ളത്. സംസ്കാര ചടങ്ങുകൾ ഇനി അവിടുത്തെ മാതാപിതാക്കൾ ജസ്നയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. മകൾ റൂഹിയുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കാനായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് മുഹമ്മദിനെ ഇന്നലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ സങ്കടത്തിലാണ് വെങ്കിടങ്ങ് ഗ്രാമം. SK YS അഭിനന്ദാണ് വെങ്കിടങ്ങിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ 6 പേരുടെ മരണത്തിൽ കലാശിച്ചു ഈ കെനിയയിലെ അപകടം. ബസ് വളവ് തിരിയുമ്പോൾ ബസ് കാലാവസ്ഥ കാരണം
താഴേക്ക് പതിച്ചു. പിന്നീട് പലതവണ മറിഞ്ഞാണ് ബസ് പോയി നിന്നത്. ഈ 5 പേർ മലയാളികളാണ്. മരിച്ചതിൽ 6ാമത്തെ ആളാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.